ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനെ പോയി കണ്ടാൽ, കൈനോട്ടക്കാരൻ ഫോർച്യൂൺ ടെല്ലർ എന്ന് പറയും, ഭാവി പറയുന്ന ആൾ, അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടി കൊടുക്കുകയും എന്റെ ഭാവിയും ഭൂതവും എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയും ആ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ദീനാണോ ഇവിടെ കൊണ്ടുവന്നത് ആ ദീനിൽ അവൻ അവിശ്വസിച്ചു എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരാള് വിശ്വസിച്ചില്ല, വെറുതെ നക്ഷത്രവാരഫലം പത്രത്തിൽ വന്നു, നക്ഷത്രവാരഫലം നമ്മുടെ മെയിൻ സ്ട്രീം പത്രങ്ങളിലൊക്കെ കാണാമല്ലോ, ഇംഗ്ലീഷ് പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസിൽ വരെയുണ്ട് നക്ഷത്രവാരഫലം. എന്താ പറയല്? ഹോറോസ്കോപ്പ്, അസ്ട്രോളജി. അസ്ട്രോണമി കുഴപ്പമില്ല, നല്ലതാ, ആകാശ ലോകത്തെ കുറിച്ചുള്ള പഠനം. പക്ഷെ അസ്ട്രോളജി അത് ഹറാം. രാശി പറയൽ വെറുതെ വായിച്ചു, എന്റെ രാശി എങ്ങനെയുണ്ട് നോക്കട്ടെ, പൈസ കിട്ടുവോ കിട്ടൂലേ, അത് വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ ആ മനുഷ്യന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം, 40 ദിവസത്തെ നിസ്കാരം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പ്രോഗ്രാമുകൾ കാണാൻ പാടുള്ളതല്ല, അത്തരം മാഗസിനുകൾ വായിക്കാവതല്ല, നക്ഷത്ര വാരഫലം എന്ന് നോക്കാൻ പോലും പാടുള്ള വിഷയമല്ല. വിശ്വസിക്കാതെ വെറുതെ വായിച്ചാൽ 40 ദിവസത്തെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടും. വിശ്വസിച്ചുകൊണ്ട് വായിച്ചാൽ ഇസ്ലാമിൽ നിന്നവൻ കുഫ്ർ സംഭവിക്കും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. പിന്നെ എങ്ങനെ അവിശ്വാസികളെ പോയി സന്ദർശിക്കുക? പിന്നെ എങ്ങനെ അമ്പലത്തിൽ ചികിത്സക്ക് പോവുക? പെണ്ണുങ്ങൾ ബസ് കയറി പോവാൻ നെല്ലിക്കുന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദയും ധരിച്ചു പോവുക. ഏത് പർദ്ദയാണ് പെണ്ണെ നീ ധരിച്ചത്? ഇസ്ലാമിന്റേതോ അല്ല കുഫറിന്റേതോ? ചെയ്യാൻ പാടുള്ളതല്ല. അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അറിഞ്ഞിട്ടും ചെയ്യുകയാണെങ്കിൽ ഓലും പഠിച്ചവനായിക്കോട്ടെ. ഇത് പറയൽ നമ്മുടെ ബാധ്യതയാണ്, പ്രവർത്തിക്കൽ എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.